ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ വരുന്ന സെപ്റ്റംബർ എന്നുള്ളത്. ഈ സെപ്റ്റംബർ മാസത്തിൽ 26/9/2025 ഏതാണ്ട് 5 തസ്തികകളിലേക്ക് 5 വ്യത്യസ്തങ്ങളുടെ തസ്തികകളിലേക്ക് ഒരു എക്സാമിനേഷനിലൂടെ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ തന്നെ ഏതാണ്ട് 5 തസ്തികകൾക്കുള്ള ഒറ്റ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. അതിന് കൃത്യമായൊരു പഠന മാതൃക നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അനായാസം ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ 26-ാം തീയതി നടക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിന് മതിയായ സമയം ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ തസ്തികയുടെയും മൊത്തം അപേക്ഷകരും നിലവിൽ കൺഫർമേഷൻ നൽകിയ ശേഷം അവശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും മനസ്സിലാക്കി അതിന്റെ കോമ്പറ്റീഷൻ ലെവലും അതിന്റെ ഒരു അസസ്മെന്റ് നടത്തി കൃത്യമായ ഒരു പഠന മാതൃക ഉണ്ടാക്കുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് തസ്തികകൾ നോക്കി പോവാം. ആദ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്പർ 45/2024 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന തസ്തികയാണ്. ഈ ഒരു തസ്തിക വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ദിവസം നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലുമാണ്. അതായത് ഈ 3 ജില്ലകളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം ഈ 3 ജില്ലകളില് അപേക്ഷകരുടെ എണ്ണവും അതിന്റെ കോമ്പറ്റീഷൻ ലെവലുമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ 3654 ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് മാത്രം ഏതാണ്ട് 1301 പേര് പുറത്താവുകയും അവശേഷിച്ച 2353 പേർ മാത്രമാണ് നിലവിൽ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നത്. അവിടെ തന്നെ നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഒരു മത്സര ലെവല് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു. അതായത് നിങ്ങൾ ഇനി 2352 പേരുമായിട്ട് മത്സരിച്ചാൽ മതിയാവും നിങ്ങൾക്ക് എല്ലാവരും എഴുതാൻ വന്നാൽ പോലും നിങ്ങൾക്കുള്ള കോമ്പറ്റീഷൻ ലെവൽ. ഇനി അന്നത്തെ ദിവസം ആരെങ്കിലും എഴുതാൻ വന്നില്ലെങ്കിൽ അത് കുറഞ്ഞു. ഇനി നിങ്ങൾ നന്നായിട്ട് എഫർട്ട് ഇട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് വളരെയധികം മുമ്പിലേക്ക് എത്താനുള്ള അവസരം കൂടിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അടുത്തതായിട്ട് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 2543 ഉദ്യോഗാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 955 ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് പുറത്തു പോവുകയും ശേഷിച്ച 1588 പേർ മാത്രമാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും നിങ്ങളുടെ മത്സരം എത്ര പേരോടാണ്? 1587 പേരോട് മാത്രം നിങ്ങൾ മത്സരിച്ചാൽ മതി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ 1499 പേര് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും 585 പേരോളം കൺഫർമേഷൻ നൽകാത്തതുകൊണ്ട് പുറത്തു പോവുകയും അവശേഷിച്ചത് 914 പേര് മാത്രവുമാണ്. അതായത് എവിടെ മത്സരത്തിന്റെ ലെവൽ വളരെയധികം കുറഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കുറച്ച് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനോടാണ് മത്സരിക്കേണ്ടത്. കൃത്യമായൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കണ്ണൂർ ജില്ല അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് 197/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഇലക്ട്രീഷ്യൻ തസ്തികയാണ്. ഇത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. അതായത് കേരള സർക്കാരിന്റെ ഒരു കമ്പനിയാണ്. ഇവിടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള നോട്ടിഫിക്കേഷൻ അല്ല, ഓൾ സ്റ്റേറ്റ് ആണ്. ഇവിടെ മൊത്തത്തിൽ സംസ്ഥാനത്തിൽ ആകമാനം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത് 5576 പേര് മാത്രമാണ്. ഇതില് 1684 പേര് ഈ ഒരു പോസ്റ്റിന് കൺഫർമേഷൻ നൽകിയിട്ടില്ല. അവശേഷിക്കുന്നത് 3892 പേർ മാത്രമാണ്. ഇനിയും അടുത്തത് ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയാണ്. 436/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് PWDയുടെ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കുള്ള ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയാണ്. ഈ ഒരു പോസ്റ്റും നിങ്ങൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ജില്ലകളാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 3181 പേരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 707 പേരുടെ അപേക്ഷകൾ, അതായത് 707 പേർ കൺഫർമേഷൻ നൽകാതെ അവശേഷിക്കുന്നത് 2474 പേരാണ്. എന്നാൽ ഇനി വയനാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ 2137 പേര് അപേക്ഷിക്കുകയും 503 പേര് കൺഫർമേഷൻ നൽകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്നത് 1634 പേര് മാത്രമാണ് നിലവിൽ ഈ ഒരു എക്സാമിനേഷൻ ഉള്ളത്. ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ 823 പേരാണ് മൊത്തം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചത്. ഇതിൽ 204 പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല. അവശേഷിക്കുന്നത് 619 പേർ മാത്രമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടത്തേക്ക് മത്സരത്തിന്റെ ലെവൽ വളരെയധികം മൈൽഡായി, അതായത് വളരെ താഴേക്ക്
താഴേക്ക് വന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ജനറൽ PSC ലെവലിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യപ്പെടുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടാണ്. അതാണ് ഇവിടെ ഏതാണ്ട് 1000-ലും 300-ലും അല്ലെങ്കിൽ 900-ലും ഒക്കെ വന്നു നിൽക്കുന്ന 1000-ഓ 1000-ൽ താഴെയുള്ള ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനോട് മത്സരിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? കൃത്യമായ പഠന മാതൃകയും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും ഉണ്ടെങ്കിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത തസ്തിക 594/2024 എന്നുള്ളതാണ്. അതില് ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് ആണ്. ഇത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. ഇതും സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇവിടെ 1694 ഉദ്യോഗാർത്ഥികളാണ് ആകെ മൊത്തത്തിൽ ഈ സംസ്ഥാനത്തിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 297 പേർ കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് തന്നെ അവശേഷിക്കുന്നത് 1397 പേരാണ്. അതായത് സ്റ്റേറ്റ് വൈഡ് ആണ് ഞാൻ ഈ പറഞ്ഞത്. സംസ്ഥാന വ്യാപകമായിട്ട് ഇനി നിങ്ങൾ മത്സരിക്കേണ്ടത് 1397 പേരോട് മാത്രമാണ്. അടുത്തതായിട്ട് 746/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലേക്കാണ്, അല്ലെങ്കിൽ ആയുർവേദിക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇവിടെ മൊത്തം 7438 പേരാണ് അപേക്ഷിച്ചത്. അതിൽ കൺഫർമേഷൻ നൽകാത്തതിന് 1975 പേരുണ്ട്. അങ്ങനെ ഈ പോസ്റ്റിൽ ബാക്കി അവശേഷിക്കുന്നത് 5463 പേരാണ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നമ്മൾ ജനറൽ PSC വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷനും കൃത്യമായൊരു സ്റ്റഡി മാതൃകയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അനായാസം ക്രാക്ക് ചെയ്യാം. ഇനി മതിയായ സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം? പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനിയുള്ള സമയത്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഓൺലൈൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് അസസ് ചെയ്യുകയും കൃത്യമായ ഗൈഡൻസ് തരുവാനും മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയവും ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഇതൊന്നുമല്ലാതെ നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് ദൂരീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്പില് ധാരാളം ടെസ്റ്റ് സീരീസ് ഉണ്ട്. മൊഡ്യൂൾഡ് വൈസും ഉണ്ട്, ടോപ്പിക് വൈസും ഉണ്ട്, വീക്ക്ലി വൈസിൽ ടെസ്റ്റ് സീരീസും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതൊന്നുമല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പിനകത്ത് നമ്മൾ ധാരാളമായിട്ട് ഫ്രീ കണ്ടന്റ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇലക്ട്രിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ കണ്ടന്റുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ആപ്പിന്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ടാവും. ഇനി ഈ കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നൽകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഒപ്പം തന്നെ എക്സാമുകളുടെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു സംസ്ഥാന സർക്കാർ ജോലി, അതും ഇലക്ട്രിക്കൽ മേഖലയിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.